സ്മൃതി പരുത്തിക്കാടിന് ഇന്നൊരു ബോധോദയമുണ്ടായി. ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ പറ്റി പ്രത്യേക ക്ലാസ് എടുപ്പായിരുന്നു. ഇത്രയും മധുര മനോജ്ഞ രാഷ്ട്രീയ സംഘടന ഈ ലോകത്തില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്നു എന്നായിരുന്നു അവകാശവാദം. ഇന്നിപ്പോ കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാതെ പോയ മഹതിക്ക്, അബിൻ വർക്കിക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാത്തത് മതം വിലങ്ങുതടിയായെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൽ ഇങ്ങനെയാണോ എന്നൊരു തിരിച്ചറിവുണ്ടായി. എന്തോ ഒരു പുതിയ അറിവ് കിട്ടിയതുപോലെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് അബിൻ വർക്കിക്ക് വേണ്ടി അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന്റെ മാനദണ്ഡം എന്താണ്? സമുദായ സമവാക്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തിയത്? നാട് മുഴുവൻ സഞ്ചരിച്ച് സമാഹരിച്ച 1,70,000 വോട്ടിന്റെ മൂല്യം തനിക്ക് നൽകിയില്ല എന്നതാണ് അബിൻ വർക്കിയുടെ വിഷമം. തന്നെ വെട്ടിമുറിച്ചാൽ ചുവന്ന ചോരയല്ല ത്രിവർണമാണ് കാണുകയെന്ന വികാരാധീനാകുന്നു അബിൻ. പാർട്ടി വിടില്ല, പാർട്ടി നേതാക്കളെ വിമർശിക്കില്ല. പക്ഷെ തന്നെ കേരളത്തിൽ നിന്ന് നാട് കടത്തരുത് എന്ന അഭ്യർത്ഥനയാണ്. പാർട്ടി നേതൃത്വത്തോടുള്ള മാന്യമായ പ്രതിഷേധം. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ ചോര പൊടിഞ്ഞിട്ടും ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നാവായിട്ടും അബിൻ എന്തുകൊണ്ട് അനഭിമതനായി? ഒറ്റ ഉത്തരമേയുള്ളൂ, രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റാണ് അബിൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിതറിയ AI പക്ഷത്തെ നേതാക്കൾ ഇപ്പോൾ ഉദരനിമിത്തം ഒറ്റപക്ഷത്തേക്ക് ചായുന്ന കാഴ്ചയാണ്. KC വേണുഗോപാലാണ് താരം. KCക്കൊപ്പം നിൽക്കുന്നവർക്കാണ് ഇനി നല്ല സമയം. തെരഞ്ഞെടുപ്പിലേ ഇല്ലാതിരുന്ന ബിനു ചുള്ളിയിലും തെരഞ്ഞെടുപ്പിൽ 5ാം സ്ഥാനത്തെത്തിയ ജനീഷും KCയുടെ ഗുഡ് ബുക്കിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദത്തിൽ നിലപാടെടുത്ത VD സതീശനെ കൈവിട്ട് ഷാഫിയും രാഹുലുമൊക്കെ ഇപ്പോൾ KC പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നു. പവർ ഗ്രൂപ്പിനെ പിടിക്കാത്ത രമേശ് ചെന്നിത്തലയാണ് അടുത്ത ലക്ഷ്യം. അബിനെ എറിഞ്ഞ് രമേശിനെ കൊള്ളിക്കുന്ന വിദ്യ. അബിനോട് അവഗണനയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, കോൺഗ്രസിന്റെ മതേതരത്വം, കോൺഗ്രസിന്റെ ഉണ്ടംപൊരി തുടങ്ങി കഴിഞ്ഞ കുറെ കാലമായിട്ട് മാങ്ങാത്തൊലി ഉപന്യാസങ്ങൾ ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി രചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അബിൻ വർക്കി അത് നമ്മുടെ ചങ്കാണ്. നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ അടുത്ത പാർലമെന്ററിയന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. അവർക്ക് ഈ തിരിച്ചടിയേറ്റപ്പോഴും അബിൻ വർക്കിയുടെ ആ ത്രിവർണ ചോര ഒഴുകുന്നത് കണ്ടപ്പോൾ സ്മൃതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇന്നിപ്പോ വൈകുന്നേരം ഇങ്ങനെ ഒരു കഥാപ്രസംഗവുമായി എത്തിയത്. അതായത് ഇത്രയും കാലം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് എന്നാൽ ജനാധിപത്യ പാർട്ടിയാണ്, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. കണ്ടില്ലേ, ജനാധിപത്യ പാർട്ടി. അതായത് പല കാര്യങ്ങളിലും അവർക്ക് ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്ന ചില ജനാധിപത്യങ്ങളുണ്ട്. ആ ജനാധിപത്യങ്ങളെ കുറിച്ച് അവർക്ക് വേണ്ടി വായ്ത്താരി ഇടുന്നവർക്ക് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിലിരുന്ന് എല്ലില്ലാത്ത നാവും നിയന്ത്രണമില്ലാത്ത ഒരു ഒച്ചയും അപാര തുലിക്കട്ടിയും കൊണ്ട് നേരിട്ട് കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ അബിൻ വർക്കിക്ക് വേണ്ടി സഹതാപം ഇറക്കിയിടുമ്പോൾ ഈ നാട് കേട്ടിട്ട് ഒറ്റ കാര്യമേ തിരിച്ചു ചോദിക്കുള്ളൂ, നാണമുണ്ടോ ഹേ എന്ന് മാത്രം. കാര്യം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിരുന്ന പല വായ്ത്താരികളും ഒറ്റയടിക്ക് കോൺഗ്രസ്സുകാരുടെ പ്രവൃത്തി കൊണ്ട് റദ്ദാക്കപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ഇല്ലാ നിർവചനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള സാമാന്യ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അബിൻ വർക്കി എന്ന എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള നേതാവിനെ വെട്ടി നിരത്തിയപ്പോൾ ഉണ്ടായ ആ വേദന, അത് ഈ നാട് കണ്ടതിന് ശേഷം അവർ വിലയിടട്ടെ. ഇത്രയും കാലം കോൺഗ്രസിനെ കുറിച്ച് ഈ നാട്ടുകാരോടിരുന്ന് തട്ടിവിട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് സ്വയം പുനഃപരിശോധിക്കുന്നതാണ് ഇതിനേക്കാൾ ഉചിതമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ.